നമസ്കാരം. എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ എന്തുകൊണ്ട് ഞാൻ കേൾക്കണം എന്നുള്ള വസ്തുതയാണ്. പല ക്ലാസ്സുകളിലും ഈ ഒരു ചോദ്യം വരുന്നുണ്ട്, വൈ ഷുഡ് ഐ ലിസൺ ടു മൈ പാരൻസ്? എങ്ങനെയാണ് ഈ ചോദ്യം തന്നെ രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ ചിന്തനീയം. കാരണം തീർച്ചയായിട്ടും നാം ചോദ്യം ചോദിക്കണം, ഉത്തരം ലഭിക്കണം. നല്ല ചോദ്യം, റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. വിവേക ബുദ്ധിയോടുകൂടി ചോദിക്കേണ്ട കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം അത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളതും ചോദ്യരൂപേണ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലാണ്. പാർവതി പരമേശ്വരൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഉത്തരം പരമേശ്വരൻ നൽകുന്നു. ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്. ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവി വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വിഷ്ണു ഉത്തരം നൽകുന്നു. ഇല്ലെങ്കിൽ വിഷ്ണു ലക്ഷ്മി ദേവിയോടടുത്ത് ചോദിക്കുകയാണ്, ലക്ഷ്മി ദേവി ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചോദ്യ ഉത്തരം ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ധർമ്മങ്ങളിൽ ഇല്ലെങ്കിൽ ആ ശാസ്ത്രം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇന്ന് പഠിക്കുന്നതിന് മുന്നേ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛനമ്മമാർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, എന്ത് എന്നുള്ളതാണ് വാട്ട്. അതായത് നമ്മളൊരു സബ്ജക്റ്റ്, ഒരു വിഷയം പഠിക്കുന്നു. ആ വിഷയം പഠിച്ച ശേഷം ഫിസിക്സ് ആണ് ഇല്ലെങ്കിൽ കെമിസ്ട്രി ആണ്, അതിൻ്റെ ബേസ് മനസ്സിലാക്കുകയാണ് എന്താണ്. അല്ലെങ്കിൽ നാം ഒരു ഓഫീസിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, എന്താണ് ഇവിടുത്തെ രീതി, എന്ത്. അതിന് ശേഷമാണ് എന്ത് കൊണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം, ഇത് പ്രത്യേകിച്ചും ഈ ശാസ്ത്രം, ആചാരം, അനുഷ്ഠാനം എന്നതിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ത് എന്ന് പോലും മനസ്സിലാക്കാതെ എന്ത് കൊണ്ട് എന്നുള്ളതിലേക്ക് പോകുന്നു. മറ്റുള്ള സബ്ജക്റ്റിൽ എന്തായാലും ഇവർക്കറിയാം എന്ത് എന്ന് മനസ്സിലാക്കാതെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. MBBS പഠിക്കുന്നതിന് ആദ്യത്തെ ദിവസം വൈ പാരസെറ്റമോൾ എന്ന് ചോദിച്ച് വരില്ല. ആദ്യം പാരസെറ്റമോൾ ഇതാണ്, ഇങ്ങനെയാണ്, ഇതൊക്കെ ഉണ്ടായത്, ഇന്ന റിസർച്ച് കഴിഞ്ഞു, അതിന് ശേഷമാണ് പാരസെറ്റമോൾ വന്നത് എന്നൊക്കെ പഠിച്ച ശേഷം മാത്രമായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ ആചാര അനുഷ്ഠാനങ്ങൾ, തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം, വേദങ്ങൾ, ധർമ്മശാസ്ത്രം ഇതിലൊക്കെ വരുമ്പോൾ ഒരു ചോദ്യങ്ങളുടെ പ്രവാഹമാണ്. തീർച്ചയായിട്ടും ചോദിക്കണം. പക്ഷേ അത് എന്ത് എന്ന് മനസ്സിലാക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിദണ്ഡാവാദമായിട്ട്, വാദിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇല്ലെങ്കിൽ പുച്ഛിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചോദിക്കുന്നതാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലഭിക്കില്ല, മനസ്സിലാക്കാനും പറ്റില്ല, ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽക്കേ നാം പറയേണ്ട ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ സംരക്ഷിക്കുന്നവർ, മാതാപിതാക്കൾ ഒരിക്കലും അവർക്ക് ദ്രോഹം വരണം എന്ന് ആഗ്രഹിക്കാത്ത രണ്ട് വ്യക്തികളാണ്. കുപുത്രോ ജായതേ ക്വചിതപി കുമാതാ നഭവതി എന്നു തന്നെയാണ്. പുത്രൻ വേണമെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ തലതിരിഞ്ഞ് പോകാം എന്നുള്ളത് അമ്മ ഒരിക്കലും അങ്ങനെ ആകില്ല എന്ന് തറപ്പിച്ചു പറയുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുത, ഈ മാതാപിതാക്കൾ പറയുകയാണ് നദിക്കരയിൽ കുളിക്കാൻ പോകുന്ന ഒരു കുട്ടി മക്കളെ അവിടെ ആഴമുണ്ട് പോകരുത് എന്നുള്ളതാണ്. ഇവിടെ കുട്ടിക്ക് മനസ്സിലാക്കുവാനുള്ള പ്രായം ആയിട്ടില്ല. അമ്മ പറയുന്നതിനെ അനുസരിക്കുന്നു, പിന്നീട് അതിനെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ ഏവർക്കും കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കുറച്ചുകൂടി നല്ല ബോധത്തോടു കൂടി വേർതിരിച്ച് അതിലെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി പിന്നെ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് മാറ്റിവെക്കണമെങ്കിൽ മാറ്റിവെക്കാം, തള്ളേണ്ടത് തള്ളുക, കൊള്ളേണ്ടത് കൊള്ളുക, ഏവരും ചെയ്യേണ്ടതാണ്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോകുന്നു എങ്കിൽ നമ്മൾ നല്ലതും കൂടി വേണ്ട എന്ന് വെക്കേണ്ട അവസ്ഥ ഇന്ന് അങ്ങനെ പല വീടുകളിലും സംഭവിക്കുന്നു. ഇതെല്ലാം ചോദ്യം ചെയ്ത് ഉത്തരം ലഭിക്കുന്ന മാതാപിതാക്കൾ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, സാധാരണ രീതിയിൽ ജീവിച്ചു പോരുകയാണ്. അവരുടെ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി. ഇന്നത്തെ തലമുറ ജെൻസി ലെവലിൽ AI ഒക്കെ ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് ഇവർക്കിതൊന്നും അറിയുന്നില്ല. ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ ഇതെല്ലാം തന്നെ
കൊള്ളത്തില്ല എന്നുള്ള വസ്തുതയിലേക്ക് എത്തി മാതാപിതാക്കളെ വരെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ എന്താണ് ഈ തലമുറ മുഴുവനായിട്ടും ആചരിച്ച് വന്നത്, ഈ ഒരു 5000-8000 വർഷം കൊണ്ട് ഇവിടെ ഭാരതത്തിൽ ഒരു സംസ്കാരം നിലനിന്ന് പോരുകയാണല്ലോ. ഇത് ഒരാളല്ലല്ലോ, രണ്ടാളല്ലല്ലോ, ഒരുപാട് പേർ പല നാട്ടിലും പല രീതിക്കും ആചാരങ്ങൾ കണ്ടുവരുന്നുണ്ടല്ലോ. ഇതെന്താണ് ഈ കൾച്ചർ എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം അത് മനസ്സിലാക്കുവാനായി ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ലഭിക്കും. അതിനെ നല്ല രീതിക്ക് കാണുവാനുള്ള ഒരു മനസ്സുണ്ടാകും എന്നുള്ള ഒരു വസ്തുത കൂടി ഓർത്താൽ നന്നാകുമായിരുന്നു.